ജന്തർ മന്ദർ പ്രതിഷേധത്തിന് പിന്തുണ നൽകി കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരായ നിയമ നടപടി അവസാനിപ്പിക്കണമെന്ന് ഐഷി ഘോഷ്. പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമ നടപടി തുടരുന്നത് അംഗീകരിക്കാനാകില്ല. SFIക്കും വേടനും മറ്റ് സംഘടനകൾക്കുമെതിരെ നൽകിയ നോട്ടീസുകൾ പിൻവലിക്കണം. വിഷയം രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഐഷി ഘോഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. He's also a member of parliament from Kerala. He should be also be concerned. Former member of parliament from Kerala, so he should be concerned about it. Congress has the state government at the end of the day there. So my concern is that he should be. He is one of those voices who has been speaking up that NEET paper leak issue should be taken up. Then one thing he is saying in parliament, in the same political party which is governing the state in Kerala, is sending notices to students, is something that we have to see. This is very wrong that is happening, and we want even the UDF government should immediately take back all the charges or the notices they have been sending. This is not at all a democratic way to function. We have said we have not withdrawn from our movement. Our movement will go on, our protests will go on, our resistance will go on, our struggle will go on unless and until we get a reform in the examination system, unless we have a reform in better education system so that student and youth, their concerns are acknowledged. You want ഡൽഹി പോലീസിന്റെ അറസ്റ്റ് വാറന്റിനെതിരെ ഐഷി ഘോഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പട്യാല ഹൗസ് കോടതി പരിഗണിക്കും. ഐഷി കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്യും. വിവരങ്ങളുമായി ഷബ്നയാണ് ചേരുന്നത്. ഷബ്ന, എന്തായാലും ഇന്ന് പട്യാല കോടതി ഇക്കാര്യത്തിൽ അതിലൊരു തീരുമാനം കോടതിയുടെ രീതിയിൽ പറയും എന്നുള്ളതാണ്. ഐഷി നേരിട്ട് ഹാജരാകും എന്നുള്ള വിവരം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാകും കേസ് കോടതി പരിഗണിക്കുക? ഈ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഐഷി ഘോഷ് ഇന്നലെ തന്നെ കോടതിയെ സമീപിച്ചിരുന്നത്. ഇന്നലെ കോടതി ഇന്ന് വരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഇന്ന് വരെ ഈ അറസ്റ്റ് വാറന്റ് സ്റ്റേ ചെയ്യുകയാണ് കോടതി ഇന്നലെ ചെയ്തത്. പട്യാല കോടതിയിലാണ് ഇത്തരം ഒരു ഹർജി എത്തിയത്. ഐഷി ഘോഷിന് 2021 ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പുതിയ സമരത്തിൻ്റെ പേരിൽ തന്നെ വേട്ടയാടുകയാണ് എന്നാരോപിച്ചായിരുന്നു ഈ അപേക്ഷ നൽകിയത് തന്നെ. കാരണം ഇപ്പോഴുള്ള ജന്തർ മന്ദറിൽ നടന്ന സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ പഴയ കേസിൻ്റെ പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്നത്. അതിനുവേണ്ടി AKG ഭവനിലടക്കം പോലീസ് കയറുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. മനഃപൂർവ്വമായൊരു വേട്ടയാടലാണ് എന്നാണ് ഐഷി ഘോഷ് കോടതിയെ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2021 കേസുമായി ബന്ധപ്പെട്ട വാറണ്ട് റദ്ദാക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നത്. ഇന്നലെ ഇതിൽ സ്റ്റേ അനുവദിക്കുകയും ഇന്നിപ്പോൾ ഐഷി ഘോഷ് നേരിട്ട് കോടതിയിൽ ഹാജരാകുകയും ചെയ്യും. ഈ കേസിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഹാജരാകുന്നത്. അതിനുശേഷം ഈ കേസിൽ വാറന്റുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കുന്ന നടപടിയിലേക്ക് പോകും. കോടതി ജാമ്യം അനുവദിച്ചാൽ പിന്നീട് ഈ വാറന്റ് റദ്ദാക്കുകയും അതോടൊപ്പം തന്നെ ഐഷിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും. ഈ കേസ് നടപടികളുടെ ഭാഗമായി ഇന്ന് തന്നെ കോടതിയിൽ എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നേരിട്ട് ഹാജരായി ജാമ്യം എടുക്കാനാണ് ഐഷി ഘോഷ് ശ്രമിക്കുന്നത്.